നിങ്ങൾക്ക് ഫേസിന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. പെർഫെക്റ്റ് ആകത്തില്ല, ബിക്കോസ് പെർഫെക്റ്റ് ആവണമെങ്കിൽ ഇത് ചെയ്യണം. പക്ഷേ ആ ഇമ്പ്രൂവ്മെൻറ്റ് ഐ തിങ്ക് വിൽ ബി എനഫ്. നിങ്ങൾക്കൊരു നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. ആ പിന്നെ അത് റെഡിയാക്കി തരാം, ബിക്കോസ് അത് നമുക്ക് പൊക്കിയ ലൈൻ കിട്ടും. ആ അത് റെഡിയാക്കി തരാം, അത് അതാ ഞാൻ പറയാ. അത് നമ്മൾ ഇപ്പം നിങ്ങൾ ഫേസ് നോക്കിയാൽ ഇതിങ്ങനെ ഉണ്ട്. ഓക്കെ, ഇതൊന്ന് കോൺകേവ് പറയും, കോൺവെക്സ്. നമ്മളിത് ഇവിടെ പൊക്കി കൊണ്ടുവന്നപ്പോൾ അത് ഒരളവുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആവും. ഇവിടെ കുറച്ച് മുടി വേണമെങ്കിൽ വയ്ക്കുക. ബിക്കോസ് ഞാൻ ഒരുപാട് സർജറീസ് ചെയ്യുക. അപ്പം ഏജ് അനുസരിച്ചിട്ട് പിന്നെ ഡിഫോർമിറ്റി അനുസരിച്ചിട്ട് നമുക്ക് സർജറി പ്ലാൻ ചെയ്യണം. വെറുതെ പ്രോബ്ലം ഉണ്ടെന്ന് അങ്ങനെ ചെയ്താൽ പിന്നെ കോസ്മെറ്റിക്കലി മോശമാവും. ആൻഡ് എപ്പോഴും ഉള്ളിൽ കൊണ്ടുപോയാൽ എന്താവും, ലൂസാവും സ്കിൻ മസിൽസ്. വെളിയിൽ കൊണ്ടുവന്ന് എന്താവും, ടൈറ്റ് ആവും. നമ്മളിങ്ങനെ സർജറി ചെയ്യാൻ അറിയാവോ, ഫേസ് ലിഫ്റ്റ്. അപ്പോൾ അതെന്താവും, എല്ലാം ടൈറ്റ് ആക്കുക. അപ്പോൾ ഇത് നമ്മൾ പൊങ്ങിക്കൊണ്ടിരുമ്പോൾ ടൈറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 30 years ആവും. ഹെയറും ഇതും ചെയ്താൽ 30 years ആക്കി തരാം. ഇവിടെ കൈ വെക്കേണ്ട, അവിടെ വെച്ചാൽ ഈ തള്ളൽ മാറും, പക്ഷെ നിങ്ങൾക്ക് ഏജ് കൂടും. അതെന്തിനാ? ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്, റൈറ്റ്? കോസ്മെറ്റിക് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ അത് ആക്ച്വലി അവിടെ ടച്ച് ചെയ്യാതെ റെഡിയാക്കും. ജീനിയോപ്ലാസ്റ്റി വിത്ത് ജോ സ്കൾപ്റ്റിംഗ്, ലോവർ ജോ സർജറി. അത് ചെയ്യാൻ പറ്റും. മൂക്ക് ചെയ്താൽ ഇമ്പ്രൂവ്മെൻ്റ് ആവും. കുഴപ്പമില്ല. ബട്ട് നിങ്ങൾക്ക് ഒരു ഫേസിൽ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ഫസ്റ്റ് കണ്ണ് നോക്കുന്നുണ്ട്, അടുത്തത് മൂക്ക് നോക്കും. അപ്പം മൂക്കിന് താഴെയാൽ നിങ്ങൾക്ക് ഇത് തള്ളലുണ്ടല്ലേ. അപ്പോൾ നമ്മൾ മൂക്ക് ഇന്ന് നല്ല റെഡിയാക്കിയാൽ അത് എല്ലാവരും അവിടെ കാണും. അപ്പം കുറച്ചുകൂടെ ഫേസിന് ബാലൻസ് കിട്ടും. ആ മൂക്ക് നല്ലാക്കി തരാൻ പറ്റും. ഓ ഷുവർ. ചെറുതായിട്ട് ഇത് ഒരുമാതിരി ഇവർക്ക് മൂക്കുണ്ടാവും. ഇത് നാരോ ആയിട്ടില്ല, നിങ്ങൾക്ക് ഇങ്ങനെ വീതിയായിട്ടില്ല. ഇത് മൂക്കും വീതിയായിട്ടുണ്ട്, ഇതും തള്ളലാവുമ്പോൾ ഒന്നിക്കൊന്ന് ആഡായിട്ട് ഒരുപാട് ഫേസ് ചപ്പ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ മൂക്ക് നാരോ ആക്കിയിട്ട് പൊക്കണം. അപ്പോൾ അത് കുറച്ച് മെയിൽ സ്ട്രോങ് ആവും. ഇതും ചെയ്യുമ്പോൾ ഫേസ് ബാലൻസ് ആവും. മൂക്ക് ചെയ്യാം, ബെറ്റർ, നന്നായിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ചിന്നിങ് ആ അത് ചെയ്യാം, ചെറിയൊരു തള്ളൽ പോലെ ഇവിടെ അത് ചെയ്യാം. ഇവിടെ എല്ലാം ചെയ്യുമ്പോൾ റെഡി ആവും. ഇവിടെയും ചെയ്യൂലേ, അതപ്പം അറിയത്തില്ല. പിന്നെ നിങ്ങൾക്ക് വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഹ്യൂജ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും നിങ്ങൾക്ക്, ഒരുപാട്. ഇത് അകത്തോട്ട് വെക്കുമ്പോൾ ഈ മസിൽസ് എല്ലാം സാഗാവും അല്ലേ? സാഗാവും, സ്കിന്നും സാഗാവും. ഇത് ചെയ്തതിന്റെ ബെനിഫിറ്റ് കിട്ടത്തില്ല. അങ്ങനെയല്ല, ഇത് ചെയ്തതിന് ബെനിഫിറ്റ് കിട്ടും. പക്ഷേ ഇവിടെ സാഗായാൽ നമുക്ക് എല്ലാം നമുക്ക് ബെനിഫിറ്റ് ആവണല്ലേ. ഇപ്പം മൂക്ക് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് കിട്ടും, ബിക്കോസ് ഇതെല്ലാം ടൈറ്റ് ആവും, ഷേപ്പ് മാറി കിട്ടും നമുക്ക്. ഫേഷ്യൽ ബാലൻസും ഫേഷ്യൽ ഹാർമണിയും നമുക്ക് നോക്കണം. ജസ്റ്റ് സ്കാനിൽ കണ്ട പ്രോബ്ലം ഉണ്ട്, പക്ഷേ അത് മാത്രം നമുക്ക് ക്ലിയർ ശരിയാക്കിയാൽ ഈ ഏജിൽ ശരിയാവത്തില്ല. ഇപ്പോൾ ഇവർക്ക് 20 years, 20 years, 22, 23 ഞങ്ങൾ ചെയ്തിട്ടെല്ലാം ആക്കാൻ പറ്റും. 40 അങ്ങനെ ചെയ്യരുത്. നോട്ട് ഗുഡ് ഐഡിയ. ഹ്യൂജ് ഇമ്പ്രൂവ്മെന്റ് വരും. ഞാൻ പറയുന്നത് പോലെ അത് കൈവച്ചാൽ ഹ്യൂജ് ഇമ്പ്രൂവ്മെന്റ് വരത്തില്ല. എല്ല് തടിപ്പല്ല, എല്ല്. ഈ ചുണ്ടല്ലേ ലോവർ റെഡിയാക്കാൻ ഞാൻ ചുണ്ട് റെഡിയാവും, ചിന്ന് റെഡിയാവും, ആംഗിൾ റെഡിയാവും, എല്ലാം റെഡിയാവും. ഈ തള്ളൽ മാത്രം ഞാൻ കൈവയ്ക്കരുത് പറയുക. ഇവിടെ നിന്ന് ഇവിടെ വരെ ആ തള്ളലുണ്ടല്ലേ, അത് എല്ലാം സ്കാനിലുണ്ട്. അത് മാത്രം നമ്മൾ ചെയ്യാറില്ല. മൂക്ക് റെഡിയാക്കും, ഇത് റെഡ്യൂസ് ആക്കും, ഇത് റെഡ്യൂസ് ആവും, ഇവിടെ പ്രൊജക്ഷൻ കിട്ടും, എല്ലാം റെഡിയാക്കി തരാം. അപ്പോൾ അത് കാണുമ്പോൾ അറിയത്തില്ല ആർക്കും. എല്ലുണ്ട്, പക്ഷെ അത് എല്ല് നമുക്ക് ചെയ്യണ്ട. ചെയ്താൽ നിങ്ങൾക്ക്
നിങ്ങൾ ഹാപ്പി ആവത്തില്ല, നന്നായിട്ട് ഉണ്ടാകത്തില്ല. ഇനി ചെറിയ ഇതിലും ഒരു ഇതുപോലെ വന്നിട്ടുണ്ട്, ഇതുപോലെ ഒരു അടയാളം. ഇത് മാറാൻ പറ്റും? അത് മാറ്റാൻ പറ്റും. ചെറിയ ഇത് അത് മാറ്റാൻ പറ്റും. ശൂലം കുത്തിയതാണ് പണ്ട് അമ്പലത്തിലുള്ളത്. അപ്പൊ അത് അടയ്ക്കാൻ പറ്റുമല്ലോ. അത് മാറ്റാൻ പറ്റും. ഇത് ഒരാണി വീണത്. അത് മാറ്റാൻ പറ്റും. ഇത് 1, 2, 3 എല്ലാം മാറ്റാൻ പറ്റും. അതെല്ലാം മാറ്റണം. അത് മാറ്റണം. പിന്നെ നമ്മുടെ ചുണ്ടില്ലേ ഇവിടെ ചെറുതായിട്ടൊന്ന് വീണില്ലേ, അത് മാറ്റാൻ പറ്റും. ചെറിയ തടുപ്പിരിക്കും, ചെറിയ തടുപ്പ്. അത് കണ്ടു, അത് മാറ്റാൻ പറ്റും. എല്ലാം ചെയ്യാം, ഇത്രയും ചെയ്യാം, വേറെ എല്ലാം റെഡിയാക്കാം. ഇതിന്റെ മാത്രമാണ് പ്രശ്നം അല്ലേ? അത് പ്രശ്നമല്ല, അത് ചെയ്യാൻ പറ്റും. എനിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫേസിന് സൂട്ട് ആകത്തില്ല. മുടിയും ചെയ്യാൻ വേണമെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ബെറ്റർ ആവും. ബിക്കോസ് നിങ്ങൾക്ക് ഇത് ഇത്ര വലുതായിട്ടുണ്ട്, ഇത് ചെറുതായി, അപ്പോൾ ഫേസിനൊരു ബാലൻസ് അത്രയില്ല. ഞാനിതിപ്പോൾ വലുതാക്കും, പക്ഷെ സ്റ്റിൽ ഇത് നാരോ ആക്കുമ്പോൾ ഇതും കുറച്ച് ഇത് ഇങ്ങനെ മുടി വെച്ചാൽ ഇന്നും അതൊരു ജോ സ്കൾപ്റ്റിംഗ് ചെയ്യും. ഇവിടെ ഓപ്പറേഷൻ ചെയ്യും ആംഗിൾ. താഴെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം, ടൈറ്റ് ആക്കാൻ പോകുന്നില്ലേ, ഒന്നും ആകത്തില്ല, ബെറ്റർ ആവും. ഇത് നമുക്ക് ഉള്ളിൽ കൊണ്ടുപോകാൻ പ്രോബ്ലം. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ നന്നായിട്ടുണ്ടല്ലേ? വേണമെന്നില്ല, ഇവർക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും, വലിയ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാറില്ല. നിങ്ങൾക്ക് അത്ര ഒന്നും ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ ഫേസ് കണ്ടാൽ ഇത് ഇങ്ങനെ താഴെ വന്നിട്ടുണ്ടല്ലേ, എൻ്റെ ഫേസ് അങ്ങനെ ഉണ്ടല്ലേ, ഇവർക്ക് കണ്ടാൽ അങ്ങനെയില്ല. അപ്പം അങ്ങനെ ആ ഷേപ്പിൽ കൊണ്ടുവരണം നമുക്ക്. അപ്പം ഇവിടെയും ഇവർക്ക് എല്ലാം ഇവിടെ ചതയുണ്ട്, ലൂസായിട്ടില്ല, അതെല്ലാം വരും സർജറി ചെയ്യുമ്പോൾ, എല്ലാം മാറ്റും. റിജോയുടെ കാട്ടിക്ക് നിങ്ങൾ സംസാരിക്കുക, എന്ന് ഓപ്പറേഷൻ വേണം, എപ്പോൾ വേണം. ഇതിപ്പോൾ ഇത്രയും എല്ലാം ഒന്നിച്ച് ചെയ്യണമെങ്കിൽ 10 ദിവസം എടുക്കും. ഇല്ല, അതാ 10 days എടുക്കും. നമുക്ക് 10 days ലീവ് വേണം. ഇതിപ്പം അപ്പോൾ അത് സർജറി തീരും, പിന്നെ റെസ്റ്റ്. സർജറി തീരും, റെസ്റ്റ് വേണ്ട നിങ്ങൾക്ക്. പിന്നെ ലീവ് വേണം, അതെല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്യണമല്ലേ. അപ്പോൾ അതെല്ലാം പ്ലാൻ ചെയ്തിട്ട് അവിടെ അപ്പോയിൻമെൻറ്റ് തരും. എന്ന് വേണം, അടുത്ത മാസമോ അടുത്ത ആഴ്ചയോ അടുത്ത വർഷമോ എപ്പോഴാണോ പറഞ്ഞാൽ അത് പ്ലാൻ ചെയ്ത് തരാം. ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട് പ്രൊസീജിയർ. അവരിതൊക്കെ എല്ലാ കോസ്റ്റിങ്ങും പറയും. ഒന്നൊന്ന് എത്ര കോസ്റ്റ് ആവും, ഒന്നിച്ച് എത്ര കോസ്റ്റ് ആവും, എപ്പോൾ വരാം, എല്ലാ ഡീറ്റെയിൽസ് അവർ പറയാം. അപ്പോയിൻമെൻറ്റ് തരാം. അവർ മലയാളിയാണ്, സംസാരിച്ചാൽ മതി. ഓക്കെ, സൂപ്പറാവും. ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യമേ ഈ ഒരു തള്ളലുള്ളതുകൊണ്ടാണ്. കറക്റ്റ്. പക്ഷേ സർജറി കഴിഞ്ഞ ശേഷം ഇപ്പം എങ്ങനെ പറയാ, ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് കിട്ടും. നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ വേറെ ഫോട്ടോസ് കാണിച്ചു തരാം. നിങ്ങൾ ആലോചിക്കാൻ പറ്റത്തില്ല, അത്ര ഇമ്പ്രൂവ്മെന്റ് കിട്ടും, ഗ്യാരണ്ടി. ഞാൻ വെറുതെ പറയത്തില്ല എല്ലാ പേഷ്യൻറ്റും. ഇതിനു മുമ്പ് ഒരു ഗേൾ പോയി, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് ചെറിയ ഇമ്പ്രൂവ്മെന്റ് കിട്ടും പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് ചെറിയ ഇമ്പ്രൂവ്മെന്റ് കിട്ടത്തുള്ളൂ, ചിലർക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് കിട്ടും. ബിക്കോസ് അത് ഫേഷ്യൽ സ്ട്രക്ചർ. മൊബൈൽ